സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മിശിഹ ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ നീ എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പറുദീസ അവന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിന്റെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ആമേൻ. അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുകയും അങ്ങ് മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവില്ലെന്ന ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരേ, നിങ്ങൾ സർവ്വവേദി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും എന്നരുളി ചെയ്ത മിശിഹായെ, അങ്ങേ വചനം ശ്രവിക്കുവാനും അങ്ങേ തിരുഹിതം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്നിരിക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ കർത്താവേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 തിരുവചനങ്ങൾ 25 മുതൽ 34 വരെ. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതും ആയ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതിയേയും. പിതാവായ ദൈവമേ, ഈ ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് വിശദീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ ഇവരെ സംരക്ഷിക്കണമേ. അങ്ങ് ഈ കുടുംബാംഗങ്ങളുടെ മധ്യ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും ഭവനമാക്കണമേ.
ജീവിതത്തിലെ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ രൂപം ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടെയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൻ്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപം ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ എന്നരുളി ചെയ്ത മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ രൂപം ഞങ്ങൾക്ക് പ്രേരണയരുളട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്നവരുടെ യാചനകൾ സ്വീകരിച്ച് അവരെ അങ്ങ് അനുഗ്രഹിക്കുകയും നന്മയിൽ നിലനിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞാനൊന്ന് ഓർത്തു പോവുകയാണ്. നീണ്ട കാലത്തെ ഉത്തരാഖണ്ഡിലെ ജീവിതത്തിലൂടെ ഒരു കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഇതാണ്. അതായത് ഹിമാലയത്തിലങ്ങ് ദൂരെ വലിയ മഴക്കാലത്തൊക്കെ മലയിടിയുമ്പോൾ വലിയ പാറകളൊക്കെ വെള്ളത്തിലേക്ക് ഗംഗയിലേക്കൊക്കെ ഇടിഞ്ഞു വീഴാറുണ്ട്. അത് കിലോമീറ്ററോളം ഒഴുകി ഋഷികേശ് ഹരിദ്വാറിലൊക്കെ എത്തുമ്പോഴേക്കും വലിയ പാറ ആയിരുന്നതിന് ചിലപ്പോഴൊക്കെ ചെറിയൊരു പളങ്ക് പോലത്തെ കല്ലിന്റെ പീസ് നമുക്ക് കിട്ടും. ഉരുണ്ട ബോൾ പോലെ. നിങ്ങളൊക്കെ നാട്ടിലൊക്കെ നല്ല കാശ് കൊടുത്താണ് അത് വാങ്ങിക്കുന്നത്. അത് എങ്ങനെയായി തീരും എന്നുള്ളത് പലപ്പോഴും നമുക്കറിയില്ല. അവിടെ നാട്ടിലുള്ളവർ ചിലപ്പോൾ അറിയില്ല. അത് കിലോമീറ്റർ ഒഴുകി ഉരുണ്ടാണ് ആ രൂപം വരുന്നത്. അത് പിന്നെ ഒരിക്കലും അത് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ താമസിച്ചിരുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരെ ഒരു വക്യോലിന്റെ ഒരു വീടാണ്. തറവാട് വക്യോലിന്റെ വീടായിരുന്നു. അപ്പൊ വക്യോലിന്റെ വീട്ടിൽ നിന്ന് പുതിയൊരു വീട് പണിയാനായിട്ട് ഇവിടെ ചിന്തിച്ച് കഴിയുമ്പോൾ ഇവിടെ ഇപ്പം കാടൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ തുടക്കത്തിൽ വന്നപ്പോ ദൂരത്തുനിന്ന് അവിടുന്ന് വെള്ളം ഒത്തിരി ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവരണം. ബുദ്ധിമുട്ടുകളുടെ സമയമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, അന്ന് അപ്പൂപ്പൻ മൂക്കന്നൂരിന്ന് നടന്നു വരും ഇവിടെ വരെ. കാരണം മോൾക്ക് ഒരു വീടില്ല എന്നുള്ളൊരു സങ്കടം. അപ്പൊ അതുകൊണ്ട് വീട് പണിയാനായിട്ട് എങ്ങനെയെന്നാണ് അപ്പൊ ചിന്തിച്ച് അപ്പൂപ്പൻ പലപ്പോൾ മൂക്കന്നൂരിലൂടെ നടന്നു വരും. അവസാനം വീടിന്റെ പണി തുടങ്ങി. അങ്ങനെ ഒരു ഓടിട്ട വീട് ഇവിടെ പണിത് തീർത്തു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു വീട് പണിതത്, 23 വർഷം മുൻപ്. നമ്മൾ റോഡിലൂടെ എല്ലാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും, പലരും പഴയ തറവാടുകളെല്ലാം അത് ഓടിട്ടതാണെങ്കിൽ ടിൻ ഷീറ്റ് ഇട്ട് അത് കാത്തു സൂക്ഷിക്കുന്നത്. കാരണം അത് അത്ര കഷ്ടപ്പെട്ട് അത്ര സ്നേഹത്തോടു കൂടി ആ കുടുംബത്തിൽ ജീവിച്ച് അനുഭവിച്ച് അവർ ഒത്തിരി കാര്യങ്ങൾ നേടിയിട്ടുള്ള കുടുംബങ്ങളാണ്. അപ്പൊ അവസാനം അപ്പനും വലിയൊരു ഉത്തരം പറയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അപ്പൻ ഓക്കെ എന്ന് പറഞ്ഞ ഇപ്പൊ ആ വീട് പൊളിക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ
വർഷങ്ങളോളം താമസിച്ച വീട് ബുൾഡോസർ കൊണ്ട് തട്ടിയിട്ടേക്കാണ്. മൊത്തം തട്ടിപ്പൊളിച്ചിട്ട് കഴിയുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര ദുഃഖം തോന്നി. അപ്പൊ അമ്മയെ കണ്ട് ഓരോ ദിവസം കാണാൻ പറയും, എന്തെന്നാ കാണിച്ചിട്ടാണ്, വലിയ ദുഃഖമായിരുന്നു. അപ്പൊ ആ ദുഃഖത്തിൽ നിന്നാണ് ഇനിയൊരു പ്രതീക്ഷ, ഇനി എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന്. അപ്പൊ അപ്പന്റെ അമ്മയുടെ ദുഃഖം എന്തായിരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കും ഭയങ്കര സങ്കടം കണ്ടിരിക്കും. പിന്നെ അതിന്റെ ഒറ്റ പ്രതീക്ഷ എന്താണ്, ജെൻസിനാണ് ഏറ്റെടുത്തേക്കുന്നത്, ജെൻസിനും ഷാനിയും കൂടി. ഇനി അവരുടെ ഉത്തരവാദിത്വമാണ്. പ്രായപക്വതൊക്കെ ആയിട്ടുണ്ട്. അവര് പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടിയാണ് കാര്യം ഒന്ന് മാറ്റിച്ചും മറ്റൊന്ന് സ്ഥാപിക്കാനായിട്ട് ചിന്തിച്ചിരിക്കുന്നത്. ചേട്ടനും അനിയന്മാരും പെങ്ങളും എല്ലാവരും ഉണ്ട്. പക്ഷെ എന്താ, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് ജെൻസനാണ്. ആ ജെൻസിനുള്ള വിശ്വാസം വെച്ചുകൊണ്ടാണ് മുമ്പോട്ട് ഞാൻ ഓരോ ദിവസത്തെ, ഇവിടെ ആളിവിടെ ഇല്ല, പലപ്പോഴും വരുന്നു, എല്ലാ ദിവസവും മൊബൈലിൽ കൂടെ സംസാരിക്കണം, കോൺട്രാക്ടറുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സാധനങ്ങൾ എത്തിക്കുന്നു. അവസാനം ഈ വീടിന്റെ രൂപം എത്തി. അപ്പൊ ഒരു വ്യക്തി അടുത്തില്ല, വല്ലപ്പോഴും വരുന്നുണ്ടെങ്കിലും അത് കഠിന പരിശ്രമമാണ്. എപ്പോഴും ചിന്തയിലും ടെൻഷനും ഒക്കെ ഉണ്ട്. എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നിങ്ങനെ ഒരു നല്ലൊരു സുന്ദരമായ ഒരു ഭവനം ഇവിടെ സ്ഥാപിതമായി. ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ ഞാൻ അപ്പനെയും അമ്മയും പ്രത്യേകിച്ച് ജെൻസിനെയും ഷാനിയെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഒപ്പം ജെൻസിനോടൊപ്പം നിന്ന് സഹായിച്ച സിനോയി, പിന്നെ കൂട്ടുകാരായിട്ടുള്ള പലരുണ്ട്. അപ്പൊ അവരെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഈ സമയത്ത് നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ പറഞ്ഞു പറയുമേ സ്വസ്തി. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നറിവ് ചെയ്ത മിശിഹ ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിൽ എത്തുന്നത് വരെ ആത്മീയവും ശാരീരികവും എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാറിയാവസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം.
മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുകുടുംബത്തിൻ്റെ മാതൃകയിൽ ഈ കുടുംബം വളർന്നു വരട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Where to go? Heaven only knows. Your trust is in my arms, so hold me till the dawn. Never let me go. On and on, been dreaming for so long. Said we'll make them all come true. Now our story's just about to be told. This is the beginning. This is the beginning. This is the beginning. This is the beginning. We can start right here. Push away your fear. We can start right here. Push away your fear. We can know the future way much better now. दिल को जाने क्या हुआ, मिलके अपना सा तू लगा।
जिस राह भी जाऊं तुझको ही चाहूं। हमराह अब से मेरा तू, हमराह मैं भी तेरा हूँ। जिस राह भी जाऊं तुझको ही चाहूं। हमराह अब से मेरा तू, हमराह मैं भी तेरा हूँ। जाने ना दूसरा समझे तू ही मेरी जुबान। मैंने मुझे सा दीवानापन देखा ना कहीं तेरे सिवा। तुझसे दिन शुरू शामें डले, अब तो नजर से भी न तू हटे। जितनी है फुर्सतें दे दूं सारी मैं तुझे, तू मुझे। जिस राह भी जाऊं तुझको ही चाहूं। हमराह अब से मेरा तू, हमराह मैं भी तेरा हूँ। जिस राह भी जाऊं तुझको ही चाहूं। हमराह अब से मेरा तू, हमराह मैं